ഉമൈർ ബിൻ വഹബ് വല്ലാത്ത പകയിലാണ്, വല്ലാത്ത കോപത്തിലാണ്, മുഹമ്മദിനെ വധിക്കണമെന്നുള്ള ചിന്തയിലാണ്. ഒരിക്കൽ ഉമൈർ കഅബ ഷരീഫ് തവാഫ് ചെയ്യാൻ പോയപ്പോൾ അവർ തൻ്റെ കൂട്ടുകാരൻ സഫ്വാനെ കണ്ടു. അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ബദറുദ്ധത്തിൽ അവർക്കുണ്ടായ പരാജയത്തെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിച്ചു. സഫ്വാൻ പറഞ്ഞു, ഉമൈറെ, നമ്മുടെ ജീവിതമാകെ പരാജയത്തിലായല്ലോ, നാം ആകെ തോറ്റുപോയല്ലോ ഉമൈർ. എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ മദീനക്കാർ വധിച്ചു കളഞ്ഞു. ഉമൈറെ, നിന്റെ മകനെ അവർ ബന്ദിയാക്കി വെച്ചു, അവർ തടവിലാക്കപ്പെട്ടു, നാം ആകെ പരാജയത്തിലായല്ലോ. ഇത് കേട്ട ഉമൈർ പറഞ്ഞു, സോദഖ്തയാ സഫ്വാൻ, സഫ്വാനെ, നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഉമൈർ പറഞ്ഞു, ലൗലാ ദൈനുൻ അലയ്യ ലൈസ ഇൻദി ഖളാ വ ഇയാലുൻ അഖ്ശാ അലയ്യ ലറഖിബ്തു ഇലാ മുഹമ്മദ് ഹത്താ അഖ്തുല. സഫ്വാനെ, എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, അത് വീട്ടാൻ എൻ്റെ അടുത്ത് യാതൊരു മാർഗവുമില്ല. എനിക്ക് കുടുംബങ്ങളുണ്ട്, ഞാൻ അവരെ കാര്യത്തിൽ ഭയക്കുന്നു. എനിക്ക് ഈ ചിന്തയൊന്നും ഇല്ലായിരുന്നെങ്കിൽ റഖിബ്തു ഇലാ മുഹമ്മദ് ഹത്താ അഖ്തുല, എൻ്റെ കടം വീട്ടാനുള്ള മാർഗം എനിക്കുണ്ടെങ്കിൽ, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള സമ്പത്ത് എനിക്കുണ്ടെങ്കിൽ ഞാൻ മുഹമ്മദിനെ വധിക്കാൻ വേണ്ടി പോകുമായിരുന്നു എന്ന് ഉമൈർ എന്നവർ സഫ്വാനോട് പറയുകയാണ്. സഫ്വാൻ ഒന്ന് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, ഉമൈറെ, നിന്റെ കടം ഞാൻ ഏറ്റെടുക്കാം. ഉമൈറെ, നിന്റെ കുടുംബത്തെ ഞാൻ എൻ്റെ കുടുംബത്തെ പോലെ പോറ്റാം. നീ മുഹമ്മദിനെ വധിക്കാൻ പോകുമോ എന്ന് പറഞ്ഞപ്പോൾ ഉമൈറിന് ഒന്നും കൂടി മുഹമ്മദിനോടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം പക കൂടുകയാണ്. ഉമൈർ മുഹമ്മദ് നബി തങ്ങളെ വധിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഉമൈർ തൻ്റെ വാളിൻ്റെ മൂർച്ചകൾ കൂട്ടുകയാണ്. ഉമൈറത തൻ്റെ വാള് വിഷത്തിൽ മുക്കുകയാണ്. എന്നിട്ട് ആ വാളുമെടുത്തുകൊണ്ട് ഉമൈർ മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ വധിക്കാൻ വേണ്ടി പ്രവാചകനിലേക്ക് യാത്ര തിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനെ വധിക്കാൻ വേണ്ടി പ്രവാചകനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഉമൈറത മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഉമൈർ മദീന മുനവ്വറിലെത്തിയപ്പോൾ ഉമൈറത തൻ്റെ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഉമൈറിനെ ആദ്യമായി കൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഉമർ തങ്ങൾ ഉമൈറിനെ കണ്ടെന്ന് പറഞ്ഞു, ഹാദാ അദുവുല്ലാഹി ഉമൈർ, ഇത് അള്ളാഹുവിൻ്റെ ശത്രുവായ ഉമൈറാണല്ലോ. മാ ജാഅ ഇല്ലാ ബിശർ, ഇവൻ വരുന്നത് എന്തോ ഒരു പ്രയാസമുണ്ടാക്കാനാണ്, നമ്മൾക്ക് നബി തങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് എന്ന് ഉമർ തങ്ങൾ പറയുകയാണ്. ഉമർ തങ്ങൾ ഓടിച്ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഉമൈറത വന്നിരിക്കുന്നു, അവൻ എന്തോ ഒരു പ്രയാസമുണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ഉമൈറെ നിങ്ങൾ വിട്ടയക്കൂ, എൻ്റെ അടുത്തേക്ക് ഉമൈറിനെ വിട്ടയക്കൂ എന്ന് ഉമർ തങ്ങളോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ്. ഉമർ തങ്ങൾ പോയിക്കൊണ്ട് സ്വഹാബികളോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഉമൈർ എന്തോ ഒരു കുതന്ത്രം കൊണ്ടാണ് വന്നിട്ടുള്ളത്, റസൂലുള്ളാഹിയെ നിങ്ങൾ സംരക്ഷിക്കണം എന്ന് സ്വഹാബികളോട് പ്രത്യേകം ഉമർ തങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ ഉമൈർ നബി തങ്ങളുടെ ചാരത്തേക്ക് വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് ഉമൈർ എത്തിയപ്പോൾ പുഞ്ചിരി തൂകുന്ന മുഖമായി കൊണ്ട് ശാന്തമായ സ്വരത്തിൽ റസൂലുള്ളാഹി ചോദിച്ചു, ഫമാ ജാഅ ബിക യാ ഉമൈർ, എന്താ ഉമൈറെ നീ വന്നത്? ഉമൈർ പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ മോചിപ്പിക്കാൻ വന്നതാണ്. റസൂലുള്ളാഹി പിന്നെയും ചോദിച്ചു, ഉമൈറെ എന്തിനാ നീ വന്നത്? ഞാൻ എൻ്റെ മകനെ മോചിപ്പിക്കാൻ വന്നതാണ്. ഫമാ ബാലു സൈഫ്, പിന്നെന്തിനാ നിന്റെ കയ്യിൽ വാള് ഉമൈറെ? റസൂലുള്ളാഹി ചോദിച്ചു, ദിവസങ്ങൾക്ക് മുമ്പ് കഅബ ഷരീഫിന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ഉമൈറെ നീ സഫ്വാനെ കണ്ടില്ലേ? നിങ്ങളപ്പോൾ ബദർ യുദ്ധത്തിൽ നടന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തില്ലേ? നീ എപ്പോൾ പറഞ്ഞില്ലേ, എനിക്ക് കടമില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ മുഹമ്മദിനെ കൊല്ലാൻ ഞാൻ പോകുമെന്ന് നീ പറഞ്ഞില്ലേ? അപ്പോൾ നിന്റെ കടത്തെയും നിന്റെ കുടുംബത്തെയും സഫ്വാൻ ഏറ്റെടുത്തില്ലേ? ഇത് കേട്ട് ഉമൈറാകെ അത്ഭുതപ്പെട്ടു. ഞാനും സഫ്വാനും മാത്രം അറിയുന്നൊരു കാര്യം മറ്റാരോടും പറയാത്ത ഈ കാര്യം എങ്ങനെ റസൂൽ അറിഞ്ഞു? ഉമൈർ അവിടെ പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് ഉമൈർ സാക്ഷ്യം വഹിക്കുകയാണ്. മക്കയിൽ നിന്നും ഓരിപ്പിടിച്ച വാളുമായി കൊണ്ട് മുഹമ്മദ് നബിയെ വധിക്കാൻ വേണ്ടി വന്ന ഉമൈർ ആ നബി തങ്ങളെ കണ്ടപ്പോൾ
ആ നബിത്തങ്ങളുമായി കൊണ്ട് സംസാരിച്ചപ്പോൾ ആ നബിത്തങ്ങളുടെ നൂറാനിയത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്, നബിത്തങ്ങളെ സ്നേഹിക്കുകയാണ്, നബിത്തങ്ങളെ പിൻപറ്റുകയാണ്, നബിത്തങ്ങളുടെ സ്വഹാബിയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ഉമൈറിന്റെ ചരിത്രം മാത്രമല്ല, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നബിത്തങ്ങളോട് ശത്രുത വെച്ചുകൊണ്ട് നബിത്തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടന്ന ഒരുപാട് പേര് പിന്നീട് ആ നബിത്തങ്ങളുടെ ഭാഗമായി കൊണ്ട് നബിത്തങ്ങളുടെ സംരക്ഷകരായി മാറിയ ഒരുപാട് പേരുണ്ട്. ആ നബിത്തങ്ങളെ കുറിച്ച് ഒരുപാട് പഠിക്കാനും അവിടത്തോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കാനും അവിടത്തോടുകൂടെ സ്വർഗത്ത് കടക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.